പെബിൾസ് മലയാളം. മാന്ത്രികക്കുടം. ഒരിക്കൽ ഒരിടത്ത് റാം എന്ന കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യസന്ധനും അധ്വാനശീലനുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നിലമുഴുകുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കലപ്പ എന്തിലോ ചെന്ന് ഇടിച്ചു. അതൊരു ലോഹത്തിന്റെ ശബ്ദം പോലെയായിരുന്നു അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം മഴുവെടുത്ത് കുഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ലോഹക്കുടം കിട്ടി. അദ്ദേഹം ആ കുടം പുറത്തെടുത്തു. ഈ ഒഴിഞ്ഞ കുടം കൊണ്ട് എന്ത് പ്രയോജനമായിരിക്കും ഉണ്ടാവുക? അയാൾ ആലോചിച്ചു. ഞാൻ നാളെ ചന്തയിൽ പോയി ഇത് വിൽക്കും. ഇതിന് വലിയ വില കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴേക്കും സൂര്യൻ തലയ്ക്ക് മുകളിലെത്തി. അത് ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ മഴു ആ കുടത്തിൽ വെച്ച ശേഷം അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹം ജോലി തുടരാൻ തീരുമാനിച്ചു. കുടത്തിൽ നിന്നും മഴു എടുക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതുപോലെയുള്ള ധാരാളം മഴു ഉള്ളതായി കണ്ടു. അദ്ദേഹത്തിന് സംശയമായി, ഏതായിരുന്നു എന്റേത്? മുഴുവൻ മഴുവും എടുത്ത് അയാൾ എണ്ണി നോക്കി. 100 മഴു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇതൊരു മാന്ത്രിക കുടമാണോ? അദ്ദേഹം അതൊന്ന് പരിശോധിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഒരു ഉരുണ്ട കല്ലെടുത്ത് കുടത്തിലിട്ടു. പെട്ടെന്ന് തന്നെ ആ കുടം നിറച്ചും കല്ലുകൾ ഉണ്ടായി. അത് എണ്ണി നോക്കി. 100 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, എന്ത് തന്നെ ഈ കുടത്തിലിട്ടാലും അത് 100 തിരിച്ചു കിട്ടും. ഈ കണ്ടുപിടുത്തത്തിൽ അയാൾ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അത് കുടത്തിലിട്ടപ്പോൾ 100 ആപ്പിൾ തിരിച്ചു കിട്ടി. അദ്ദേഹം ആ കുടം വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയോട് മാന്ത്രിക കുടത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവൾ വിശ്വസിച്ചില്ല. അദ്ദേഹം അവളോട് പറഞ്ഞു, ഒരു വള ഊരിയെടുത്ത് കുടത്തിലിടാൻ. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുടം 100 വളകൾ തിരിച്ചു നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൾ റാമിനോട് പറഞ്ഞു, ഈ കുടം സുരക്ഷിതമായി എവിടെയെങ്കിലും വെക്കണം. ആരും ഇതിനെക്കുറിച്ച് അറിയരുത്. ഇപ്പോൾ ഞാൻ ഈ വളകൾ കൊണ്ട് എന്ത് ചെയ്യും? നമുക്കിതെല്ലാം വിൽക്കാം. അടുത്ത ദിവസം അവർ മാർക്കറ്റിലേക്ക് പോയി. അവർ അവരുടെ കയ്യിലുള്ള മഴു, ആപ്പിൾ, വളകൾ എന്നിവ വിറ്റ് ഒരുപാട് പണം കിട്ടി. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയെ അവർ കുറച്ച് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങിച്ചു. രാത്രി അവർ ആ കുടത്തിലിട്ടു. കുടം അവർക്ക് 100 എണ്ണം തിരിച്ചു നൽകി. അടുത്ത ദിവസം അവർ മാർക്കറ്റിലെത്തി പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വിറ്റു. കുറച്ചു ദിവസം ഇങ്ങനെ തന്നെ തുടർന്നു. അവർ ധനികരായി മാറി. അവർ വലിയ ഒരു വീട് വെച്ചു. അയൽക്കാർക്കെല്ലാം സംശയമായി. അവർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. എങ്ങനെയാണ് റാം ഇത്ര പെട്ടെന്ന് ധനികനായത്? എനിക്ക് തോന്നുന്നു അവന് നിധി കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അവൻ പോകുന്നിടത്തെല്ലാം അവർ അവനെ പിന്തുടർന്നു. പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാനായില്ല. ഒരു ദിവസം അയൽക്കാരിൽ ഒരാൾ റാമിന്റെ ജനലിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. റാം ഒരു കുടത്തിലേക്ക് ഇടുന്നതും അത് 100 തിരിച്ചു വരുന്നതും അയാൾ കണ്ടു. അദ്ദേഹത്തിന് അസൂയ തോന്നി. ആ കുടം മോഷ്ടിക്കുവാനും പണക്കാരനാകുവാനും അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം റാമും ഭാര്യയും മാർക്കറ്റിലേക്ക് പോയപ്പോൾ അദ്ദേഹം വീട് കുത്തി തുറന്ന് അകത്തിരിക്കുന്ന കുടം മോഷ്ടിച്ചു. റാമും ഭാര്യയും തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട് തുറന്നു കിടക്കുന്നത് കണ്ടു. അവർ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവരുടെ മാന്ത്രിക കുടം മോഷണം പോയതായി മനസ്സിലായി. റാമിന്റെ ഭാര്യയ്ക്ക് വളരെയധികം വിഷമമായി. പക്ഷേ റാം പറഞ്ഞു, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണം നമ്മുടെ പക്കലുണ്ട്. കൂടാതെ നമുക്ക് സ്വന്തമായി കൃഷിയിടവുമുണ്ട്. നമുക്ക് കഠിനാധ്വാനം ചെയ്ത് വിളയിക്കാം. ആ കുടം നമ്മെ മടിയന്മാരാക്കിയിരിക്കുന്നു. അവൾ സമ്മതിച്ചു. അസൂയക്കാരനായ അയൽവാസിക്ക് കുടത്തിന്റെ മാന്ത്രിക വിദ്യ എന്താണെന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് അയാൾ അയാളുടെ തല കുടത്തിനകത്തേക്ക് ഇട്ടു. ഇപ്പോൾ അയാൾക്ക് 100 തലയുണ്ട്. അയാൾക്ക് ഭയമായി. എങ്ങനെ തിരിച്ചു പോകുമെന്ന് അയാൾക്കറിയില്ല. അദ്ദേഹം റാമിന്റെ പക്കലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ഈ മാന്ത്രിക വിദ്യയിൽ നിന്നും എങ്ങനെ തിരിച്ചു പോകാം?
എനിക്കറിയില്ല എങ്ങനെ തിരിച്ചു പോകുമെന്ന്. ഈ മാന്ത്രിക കുടം ശരിക്കും ഒരു അപകടകാരിയാണ്. അയാൾ അയൽക്കാരന്റെ പക്കൽ നിന്നും ആ കുടമെടുത്ത് നിലത്ത് ആഴത്തിൽ കുഴിച്ചിട്ടു. അത്യാഗ്രഹിയായ അയൽക്കാരൻ 100 തലയുമായി അയാളുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു.